തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തോറ്റുപോയി. അദ്ദേഹം അടക്കം മത്സരിച്ച മണ്ഡലത്തിൽ തോറ്റു. പക്ഷേ പിറ്റേന്ന് രാവിലെ സ്റ്റാലിൻ പുറത്തിറങ്ങി വന്ന് തോറ്റുപോയ മണ്ഡലത്തിൽ അദ്ദേഹം റോഡ് ഷോ നടത്തി. അദ്ദേഹം അണ്ണാ അറിവാലയം എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ വന്ന് പ്രവർത്തകരോടും അതിന് പുറത്ത് കാത്തുനിരുന്ന നൂറ്റിക്കണക്കായ ആൾക്കാരോടും അദ്ദേഹം നന്ദി പറഞ്ഞു. പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കുടുകുട കണ്ണീർ വീഴുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അതിന് താഴെ തമിഴ്നാട്ടിൽ നിങ്ങൾ കാണണം, അതിന് താഴെ ആ ഫോട്ടോഗ്രാഫ് അദ്ദേഹം ഒരു ഫോട്ടോ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. അതിന് താഴെ മുഴുവൻ മനുഷ്യരും വന്ന് കമൻറ്റ് ചെയ്തെന്നറിയോ? അതായത് ഞാൻ TV-ക്ക് വോട്ട് ചെയ്തു പോയി, പക്ഷെ നിങ്ങളുടെ കണ്ണീര് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. നൂറുകണക്കിന് ആളുകൾ വന്ന് മറ്റേ കോമഡി ഷോയിൽ നിങ്ങൾ ജയിച്ചാൽ മതി. യെസ്, നൂറുകണക്കിന് ആളുകൾ വന്നിട്ട് സോറി സ്റ്റാലിൻ എന്ന് പറയാണ്. എന്ന് വെച്ചാൽ പടവുകൾ ഇറങ്ങി മണ്ണിലേക്ക് വരിക, എന്നിട്ട് ജനങ്ങളുമായിട്ട് ഞാനിവിടെ ഉണ്ടാവും, എനിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന വാക്കുണ്ടല്ലോ. അപ്പോൾ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി. അതിലെവിടെയെങ്കിലും ജൈവിക ഭാവമുള്ള ഒരു വാചകമുണ്ടോ? നാട്ടുകാരെ, ഈ നാട് നടന്ന് എപ്പോഴും പറഞ്ഞ മനുഷ്യൻ, നാട്ടുകാരെ അല്ലെ എൻ്റെ ജനങ്ങളെ എനിക്ക് പറ്റിപ്പോയിട്ടുണ്ടാവും എന്നൊരു വാക്ക്, എൻ്റെ പാർട്ടിക്ക് തെറ്റിയിട്ടുണ്ടാവുന്നൊരു വാക്ക് ഇല്ല. അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന സ്ഥിരം കമ്മ്യൂണിക്കേറ്റഡ് ലാംഗ്വേജിലുള്ളൊരു സാധനം, അത് നമുക്ക് വായിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു വരി, ഒരക്കം, ഒരു വാക്കതിൽ വേണ്ടേ? അതാണ് പ്രശ്നം. അത് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം മുഴുവനും ജനങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന പ്രതികരണമാണ്. അദ്ദേഹം കൊളത്തൂരിൽ വന്നിട്ട് ആൾക്കാരെ കൈകൂപ്പി കരയുമ്പോൾ ചുറ്റും നിൽക്കുന്ന മനുഷ്യരും സാധാരണ തൊഴിലാളികളും മുഴുവൻ വിങ്ങിപ്പൊട്ടുകയാണ്, ഞങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ തോറ്റുപോയല്ലോ എന്നോർത്ത്. അവിടെ അയാൾ എന്തെങ്കിലും പാപം രാഷ്ട്രീയമായി ചെയ്തുവെങ്കിൽ ഭരണം അത്രയും കുഴപ്പമായിരുന്നു. അതിൻ്റെ 50% ജനം ക്ഷമിച്ചു, ബാക്കി 50% ഇനി എന്ത് ചെയ്താൽ മതി, അച്ചീവ് ചെയ്താൽ മതി. അവിടേക്ക് ഇറങ്ങി വരാൻ ഈ ലീഡർഷിപ്പിന് പറ്റിയിട്ടില്ല. അത് ഈ ലീഡർഷിപ്പിൻ്റെ ശരീരഭാഷയുടെയും സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. അത് എൻറ്റയർ സെറ്റപ്പ് മാറ്റണം. എന്നിട്ട് ജനങ്ങൾക്കിടയിലൊക്കെ ഇറങ്ങി നിൽക്കുകയും. ഞാൻ സിമ്പിളായിട്ട് കാര്യം ചോദിക്കാം സാർ, അതായത് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വിമർശനം വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി തെറ്റായി പോയെന്നുള്ളതാണ്. പിണറായി വിജയൻ ഈ ജന്മത്ത് തെറ്റിപ്പോയി എന്ന് പറയുമോ? അത് പറയാൻ അദ്ദേഹത്തിന് ഈഗോ സമ്മതിക്കില്ല. ആ ഈഗോയും കൊണ്ട് 5 വർഷം അദ്ദേഹം ഇരുന്ന് ഇനി ഈ പാർട്ടി ജയിക്കത്തില്ല. അപ്പോൾ ആ ഈഗോ ഉള്ള മനുഷ്യനോട് പ്ലീസ്, നിങ്ങളുടെ സേവനങ്ങൾക്ക് നിറഞ്ഞ നന്ദി, ഇനി ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, ആരിഫ് പറഞ്ഞില്ലേ തെറ്റിപ്പോയെന്ന്, അങ്ങനെ പറയാൻ ധൈര്യമുള്ള നേതാക്കളെ പുനഃസ്ഥാപിച്ചാലല്ലാതെ ഈ പ്രതിസന്ധിയെ CPI മറികടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഈ 1, 2, 3, 4 കളി എടുത്ത് വെച്ചാൽ ആ കളിയിൽ 4ലും പിണറായി വിജയനും മാർക്കില്ല.